ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മളൊരു അങ്കത്തട്ട് തുടങ്ങിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടപ്പനൂർ നേഴ്സറിയിലാണ്. അപ്പോൾ ഇവിടെ പരിസരം പാമ്പിൻ്റെ ശല്യം എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ പറഞ്ഞു കുട്ടികൾക്ക് വരാനും പഠിക്കാനും വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ക്ലീനിങ് സെഷനിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇങ്ങനെ കാട് പിടിച്ച സ്ഥലങ്ങളാണ് നമ്മൾ കൂടുതൽ വൃത്തിയാക്കുന്നത്. ഞാൻ അല്ലമീനാണ്, കുടപ്പനോട് വാർഡ് മെമ്പർ. നമ്മുടെ അംഗൻവാടിയുടെ പരിസരം നല്ല വൃത്തികേടായിട്ടാണ് കിടന്നത്. പാമ്പിൻ്റെ ശല്യവും കുട്ടികൾക്ക് വന്ന് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടില്ലാതിരുന്നു. ഇതിനെതിരെ പ്രതിഷേധമായിട്ട് നാട്ടുകാരും മറ്റുള്ളവരും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തൊഴിലുറപ്പുകാരും പണി ചെയ്യണില്ല, അല്ലെങ്കിൽ ഒരുമിച്ച് എല്ലാവരും വരുന്നൊരു സാഹചര്യത്തിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ പഞ്ചായത്തിൻ്റെ മഴക്കാല പൂർവ്വ ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നിയമിച്ചിട്ടുള്ള തൊഴിലാളികളുടെ സഹായത്തോടു കൂടി നമ്മളിത് ചുറ്റുമുള്ള മുഴുവൻ കാടുകളും നല്ല വൃത്തിക്ക് തന്നെ എടുത്ത് വൃത്തിയാക്കി വന്നിട്ടുണ്ട്. നമുക്ക് ചെന്നപ്പോൾ തന്നെ ഇതിവിടെ ഭയം തോന്നിയിരുന്നു. കാരണം ഇത് നേഴ്സറിയോട് ചേർന്ന് തന്നെ മരങ്ങളെല്ലാം അതിൻ്റെ ചില്ലകളെല്ലാം ഈ നേഴ്സറിയുടെ ഭാഗത്തേക്ക് അതിനുള്ളിലോട്ടൊക്കെ പടർന്നു കിടന്നിരിക്കുകയായിരുന്നു. വള്ളിയും ഇതുവഴി പാമ്പുകൾ വരാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ കൂടുതൽ ഈ അണലി അങ്ങനത്തെ പാമ്പുകൾ കൂടുതലുണ്ട്. തൊട്ടടുത്ത് ഒരു കുളവും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ചില്ലകൾ വഴി നേരെ ഈ പാമ്പുകൾ ഈ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്തേക്ക് പോകും. അതുകൊണ്ട് ഈ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ടീച്ചർക്കും നല്ല ഭയം ഉണ്ടായിരുന്നു. ഇതിനെതിരെ നാട്ടുകാർക്ക് പ്രതിഷേധത്തിലെത്തി. അങ്ങനെയാണ് ഈ അമ്പൂരി പഞ്ചായത്തിലും വാർഡ് മെമ്പറും പ്രസിഡന്റും മറ്റുള്ള അംഗങ്ങളും ഉൾപ്പെടെ, അതായത് സെക്രട്ടറി ഉൾപ്പെടെ ഇതിനു വേണ്ടി മുൻകൈ എടുക്കുകയും നമ്മളെതിരെ ഏൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. കുറച്ച് ദിവസത്തിന് മുമ്പ് നമ്മൾ വാർത്ത കേട്ടതാണ് ഈ പാമ്പ് നേഴ്സറി കയറിയത്. നമ്മളെല്ലാം ഒരു ഭയത്തോടെയാണ് ആ വാർത്ത ശ്രമിച്ചത്. പക്ഷേ ഇന്ന് ഈ സാഹചര്യത്തിൽ നമ്മൾ രാവിലെ തുടങ്ങിയ പണി ഏകദേശം 4 മണി ആയപ്പോഴേക്കും നമ്മൾ ഏകദേശം പകുതി ഭാഗം നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിച്ചു. ഒരു വലിയൊരു നേഴ്സറി ആയിരുന്നു. അപ്പോൾ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണിത്. ഇത് താഴ്വശത്തൂടെ അവർ ഇറങ്ങുകയാണ്. ഇത് ആൾക്കാർക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു സ്ഥലം കൂടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ കൂടുതൽ പാമ്പുകൾ 1-2 കണ്ട് നമ്മൾ ഒട്ടിച്ചു വിട്ടു. നമ്മൾ കൊല്ലാനൊന്നും കിട്ടിയില്ല. പക്ഷേ ഇനി അവർക്ക് ഭയക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ ക്ലീൻ ചെയ്ത ബാക്കി ഭാഗങ്ങളോട് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം. ബാക്കി സ്ഥലങ്ങളിലും ഇതേ രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകാനായിട്ട് എളുപ്പമായിരിക്കും. ഇത് 2 ദിവസം കൊണ്ട് നമ്മളിവിടെ വൃത്തിയാക്കിയെടുക്കാൻ. ഇപ്പം നിങ്ങൾ ഈ സ്ഥലം നോക്കിയാൽ മനസ്സിലാവും, നല്ല പൂർണ്ണമായിട്ട് നല്ല വൃത്തിയായി. അതായത് കാട് പിടിച്ച് അഴുക്കായി കിടന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഇത്രയും ക്ലീൻ ആക്കിയത്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റുള്ള സ്ഥലങ്ങളിലും നല്ല വൃത്തിയായി കിടക്കട്ടെ. നമ്മളെ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുകയും വളരുകയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവരിലും ഇത് എത്തിക്കുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി. അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും.